പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഈശോയെ, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്, പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട്, മഴയത്ത് പോകുന്നവരുണ്ട്, വിശന്ന് പോകുന്നവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ, ജലജന്യ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈശോയെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവിൽ ഭൂമിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവെ, നീ എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം, മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്നാണ്. ഇപ്പോൾ നീ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ 33 ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നുണ്ടെന്ന് കർത്താവിനെ വേല ചെയ്യുന്നവർ, അവരുടെ അനുഭവം പറയുന്നവരെ, ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ പുതുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കില്ലാത്തവരെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, വസ്തുവകൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ യുദ്ധം മൂലം കെടുതി മൂലം കർത്താവെ, തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവെ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. പൈസ എല്ലാം വിത്തുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട്, പരുവക്കേടായി തീരുന്നുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവെ, പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ, വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ കർത്താവെ, സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച്
കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശോനാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ നിലമേലങ്കിയ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്തൻ പരിശുദ്ധാത്മാശ്വര നയിക്കുവാമേ. ദൈവവചനം പല സമയത്ത് പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു പുഴ, ഏറ്റവും വലിയ പുഴകളുണ്ടാണ്, ചെറിയ പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ മണിമല ആറിനെ പോലെ ചെറിയ പുഴകളുണ്ട്, ആമസോൺ പോലുള്ള വലിയ പുഴകളുണ്ട്, അല്ലേ? അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടും, അല്ലേ? വെള്ളം കൂടുന്നതനുസരിച്ചുകൊണ്ട് കടൽ എവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും. ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ അങ്ങനെയാണ്, പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിരിക്കുകയും എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട്, അല്ലേ? അരൂരൊക്കെ ചെല്ലുമ്പോൾ, കുമ്പളങ്ങിലൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ, കായലല്ല ആ പുഴയാണ് ഒഴുകണം. ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കും ഒക്കെ ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുന്നതനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും. ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട്. ഒരേ അർത്ഥമായിരിക്കും. ലൂക്ക 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. അപ്പം ദൈവത്തിൻ്റെ ഒരു വെളിപാടാണത്. പിന്നെ എന്താണ്, വിതക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയത്തില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് സെയ്വല്ലേ? അത് 2 കൊരിന്ത്യർ 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതാണ് വിഷയം. അതിനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചെറിയ വചനവും വലിയ വചനം എന്ന് പറയുന്നത് ദൈവം അത് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനമെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കൂടുതൽ കൃപ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റീഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവസ്നേഹത്തോടുകൂടി നമ്മളത് നിറവേറ്റും. ഇപ്പം എല്ലാ വചനവും നിസ്സാര കൽപ്പന ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ. അപ്പം നിസ്സാര വചനമുണ്ട്, സാരമായ വചനമുണ്ട്, ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ വചനമൊക്കെ വായിക്കണം നല്ലതാണ്. ആൾക്കാർ വായിക്കും, പക്ഷേ ആൾക്കാർ വചനം വായിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞാനത്ര ഹാപ്പി ആകത്തില്ല. വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ? എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് 2-3 ബൈബിളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയാണ് വെച്ചാന്ന് പറയും. അപ്പോൾ ചിലർ ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും. ഞാനങ്ങനെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താ വെച്ചാൽ വചനം എന്ന സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ല ശരിക്കും പറഞ്ഞാൽ, അവൻ പറയണത് പോലെ ചെയ്യാനുള്ളതാണ്. അതാണ് സംഭവം. വചനം വായിക്കണം എന്താണ്? അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണം, ലക്ഷ്യമല്ല. വചനം ലക്ഷ്യം എന്താണ്? ഈ വായിക്കണ വചനം പോലെ ജീവിക്കണതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വായന എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം എടുക്കരുത്. ഒത്തിരി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ 16 MA 25 ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേജ് നിറച്ച് ഡോക്ടർ അതായത് കല്യാണം കഴിക്കത്തില്ല, ഒരു പണിക്ക് പോകുകയില്ല. അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ കരിസ്മാരിക് യുഗത്തിൽ വചനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള വർഗത്തെ കാണുന്നില്ല. എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതവും നിലപാടുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ 1 by 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് പറയണതാണ് അഭിഷേകം എന്ന് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച്. 55:10 എടുത്തേ.
മഴയും മഞ്ഞും മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു. അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് അതാണ് പ്രശ്നം. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അപ്പൊ അതുപോലെയാണ് കർത്താവിന്റെ വചനം. 55:11 എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് വചനത്തിന്റെ ലക്ഷ്യം. അല്ലാതെ എപ്പോഴും 3 ബൈബിൾ എഴുതുകയോ അല്ലെ 3000 വചനം കാണാൻ പഠിക്കുകയോ അല്ലെ 30,000 വചനം മയക്കി വിളിച്ച് പറയുകയോ അല്ല പ്രശ്നം. അത് ഓരോ വചനത്തിൻ്റെ ദൗത്യമുണ്ട്. അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ചിന്തേൻ്റെ മനസ്സിൽ വന്നത്, പണ്ടൊക്കെ ഞാൻ കൈയൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. വെള്ളമുണ്ടും പിന്നെ വെള്ള കൈ നീളമുള്ള ഷർട്ട്. അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും പട്ടത്തിന് പഠിക്കണമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പഠനമാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത്. പട്ടത്തിന് പഠിക്കണമെമ്പോൾ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ്? മറിയത്തിനെ പഠിക്കുക. കാര്യം മറിയത്തിനെ പഠിക്കണ എന്തിനാണ്? യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം അതാണ്, വേറൊരു മാർഗ്ഗമില്ല. അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കുന്ന വിഷയം കണ്ടില്ലേ? സ്വര ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. 2:49 എന്താ എഴുതിയിരിക്കുന്നത്? ഈശോ പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ദൈവവചനാണ് പറയണത്. ഇതെന്തൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ് ചിന്തിക്കണത്. അതായത് ഞാനവർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്തിനാ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപ്രതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് ചോദിക്കണത് എന്താണ്? അത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം എന്തിനുള്ളതാണ്? അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞ ദൈവവേദലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അമ്മ ഉള്ളം കാലുമ്പോൾ ഉച്ചവരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ്. ഇന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ തത്സമയം പരിശുദ്ധാത്മാവിനെ കിട്ടി ദൈവ തിരുമനസ് അമ്മയെപ്പോലെ നീതിയെ വിജയത്തിലെ എത്തിക്കുന്നത് വരെ ചതഞ്ഞ് ഞാങ്കണ 42:3 അനുസരിച്ച് കൊണ്ട് ചതഞ്ഞ് ഞാങ്കണ ഒടിക്കാത്ത മങ്ങിയ തിരി എടുത്താത്ത വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഐസയുടെ വചനങ്ങളൊക്കെ ഭയങ്കരമാണ് ശരിക്കും. അതായത് ഈ മങ്ങിയ തിരി ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോകും. എന്താ? കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ ചില ആൾക്കാർ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റിരിക്കണ കാണാം. ഞാൻ പറഞ്ഞ് വീഡിയോ തിരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ചില എഴുത്തിമാരും മോന്തം കയറ്റിരിക്കണ കാണാം. അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛാ ഇശംശ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തുതിയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഒന്നും പറയണ്ട അച്ഛാ, ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ വെഞ്ചരിക്കുക, ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. അതുവെച്ചാൽ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുക. വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ടാവുമല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും. നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞങ്ങളെന്താ പറയണത്? അപ്പോൾ ഉടനെ ഹർജി വായിച്ച് കേൾപ്പിക്കും. പൊണ്ടാരക്കാലൻ അപ്പോൾ നമുക്കിടെ പണി വെച്ചല്ലേ ദൈവമേ സമാധാനം ഇല്ലല്ല, തിരി മങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ മങ്ങിയ തിരി ഇവർ കെടുത്തും. ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ തിരി മങ്ങി നിൽക്കുക. ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി, വിശ്വാസം മങ്ങിപ്പോയി, ദൈവസ്നേഹം മങ്ങിപ്പോയി, എല്ലാം മങ്ങിയിരിക്കുക. എൻ്റെ മക്കളെ നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം, എന്നെ അറിയാവും. എന്താ സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ട് അപ്പം മങ്ങിപ്പോവും. മങ്ങിയ തിരി മനുഷ്യൻ എന്താ ചെയ്യണത്? തല്ലിക്കെടുത്തി കളയും. മങ്ങിയ തിരി ഇപ്പം എന്താ? ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റായി നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരിക്കെടുത്തിക്കളയും. മങ്ങിയ തിരിക്കെടുത്ത് എൻ്റെ മക്കളെ മങ്ങിയ തിരി, അതായത് ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കോവിഡുകളൊക്കെ വന്നിട്ട് വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അതിനെ പിന്നെ ഊതിക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത്. അപ്പോഴെന്ത് ചെയ്യും?
ദാസനും ദാസ്യമാണെങ്കിൽ അവരാ തിരി കെടുത്തത്തില്ല. എന്താ കാര്യം? മങ്ങിയ തിരി എപ്പോഴായാലും ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ്, ഇത് സ്വീകാര്യകമായ കാലമല്ല, ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം. മറ്റ് കാറ്റുകളെ നേരിട്ട് കർത്താവേ, അമ്മ കണ്ടില്ലേ, അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന് കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിയ തിരി അമ്മക്ക് എടുത്തില്ല. മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈശോ എന്താണ് നിന്നെ പെറ്റ രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ്? അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതാണ് അമ്മ മങ്ങിയ തിരിക്ക് എടുത്തിട്ടില്ല. ദൈവവിശ്വാസി, നീ പ്രാർത്ഥിക്കണം അമ്മയോട്, കാലക്കെട്ട് വീണ ഈ രാത്രി. എന്തിനാണെന്നറിയാവോ? അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തിരി മങ്ങുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ, നെഗറ്റീവുകൾ ചിന്തിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എന്തിനാണ് അമ്മ മങ്ങിയ തിരി കെടുത്താതെ, എന്തിനാണ് ചതഞ്ഞ അങ്കണ ഒടിച്ചു കളയാതെ നിലനിർത്തിയത്? അതൊരു പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത്? താഴെ ഐസയ എഴുതിയിട്ടുണ്ട്, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരിക്കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ്. കാര്യം അമ്മ ദാസിയാണല്ലോ. ലുക്കാ 1:38 വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഈശോ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. 12:18 മത്തായി. ഇപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മത്തായി 12:18 ഈശോ ദാസനാണ്, തിരഞ്ഞെടുത്ത ദാസനാണ്. ലുക്ക 1:38 അമ്മ ദാസിയാണ്, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ്. ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ്. അമ്മ ധ്യാനിച്ചത് 2 സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു. ആട്ടിടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു. വചനം എന്തിനുള്ളതാണ്? ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും, മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം, ദുർഘട സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയത്തിരി കെടുത്താതിരുന്നത്? എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒറ്റ കാര്യം, വിശ്വസ്തത. വിശ്വാസമല്ല, പ്രത്യാശയല്ല, ദൈവസ്നേഹമല്ല, വിശ്വസ്തത. അതാണ് 3 ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. നീതി പുലർത്തുക മാത്രമല്ല, നീതി പുലർത്തുക വെച്ചാൽ നീതി എന്താണ്? ദൈവജനമാണ്. ദൈവജനം എന്താണ്? ദൈവ മനസ്സാണ്. ദൈവ മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ്? 4 ഐസയ 42:4 ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല, അധീരനാവുകയുമില്ല. ഭൂമിയിൽ എന്താണ്? നമ്മുടെ ജീവിതം എവിടെയാണ്? ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാപിക്കേണ്ടത്? നീതി സ്ഥാപിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യും? പരാജിതനാവുകയില്ല. അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയും, വിശ്വാസി വിജയിക്കാനുള്ളവനാണ്. ദൈവ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മൾ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കും മറിയത്തോടൊപ്പം. സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള എല്ലാ സഹോദരങ്ങളും എഴുന്നേൽക്കുക. നമ്മൾ കർത്താവിൻ്റെ ജീവിക്കുന്ന ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും വേണ്ടി ജീവിത ദുരിതങ്ങൾക്കെതിരെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ ഈ വചനം കിട്ടണം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം. കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനം ഉണ്ടാകണം, സമാശ്വാസം ഉണ്ടാകണം. കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോ, പലതരത്തിലുള്ള നെഞ്ചലച്ചിൽ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട്. ഈശോ,
നെഞ്ചിലെ കർത്താവ് നെഞ്ച് വിങ്ങുന്നവരെ, അവിടെ മുമ്പിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തെ അല്ലെങ്കിൽ ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റു പ്രാർത്ഥന പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം, അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ, കേൾവിയിലൂടെ, ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ, ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളിലൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം പ്രസൻസ് ആൻഡ് പ്രോമിസ്. ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സമയത്തും. കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷ ഹാളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ICUയിലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ഓളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത് തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞുകണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞുകണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ കൂടാരം മേഘമായി നിറയും, ദൈവത്തിൻ്റെ സാന്നിധ്യം. പുറപ്പാട് 33:9. പുറപ്പാട് 33:9. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ, ഏറ്റു പറഞ്ഞേ, മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. ഇത് മേഘം. അതുപോലെ തന്നെയാണ് സീനായ മരമുകളിൽ പുക ഉയരുന്നത് കാണാം. പുക, നമ്മൾ ധൂപമൊക്കെ അൾത്താറിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് അൾത്താറിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ. നമ്മൾ പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ.
ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത് അത്താറിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മൈ. എന്നിട്ട് പറഞ്ഞത് അതായത് ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെ പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി. ദാറ്റ് മീൻസ് ഈ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അതിൻ്റെ തിങ്കൾക്കേറ്റ് ചെയ്തിരിക്കണം ദൈവം. കൈയടിച്ച് കർത്താൻ എൻ്റെ പ്രിയപ്പെട്ട പുറപ്പാട് 19:17-18 തിരുവചനങ്ങൾ. പുറപ്പാട് 19:17-18. ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ, ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ, എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലക്കിങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷരൂപം കുലുങ്ങും. വൃത്തിയായി കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പോൾ ശില്പ സന്നദ്ധ വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ ഇനി വരാൻ പോണത്? പീഡനം. അതിങ്ങനെ മെസ്സേജാണത്. ഇക്കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല. ആധ്യാത്മികതയിൽ സൂക്ഷ്മതയുള്ളവരെ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പടി എടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റിൽ വരരുത്. ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ സുഭാഷിതം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. സഭാപ്രസംഗകൻ 5:1. സഭാപ്രസംഗം 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പം സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ, ഈക്വൽ പാർട്ട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനയുടെ ആവശ്യമുള്ളതെന്ന് ഒപ്പിട്ടിരിക്കുകയാണ് അല്ലേ, അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നായി പറഞ്ഞിട്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി പഠിപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ് ഇസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട്, നിങ്ങളൊരു ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടി കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് കത്തോലിക്കോട് പറയാൻ കാര്യം? ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈയും കണ്ടിരുന്നാൽ മതിയാ? അല്ല, അവർ മനസാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടിയും അമ്മയും കൂടി ഇവിടെ വന്നു. അപ്പോൾ അവളുടെ പ്രശ്നം അവർ ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്നിവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടീനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം. അതിനുടമ്പടി ചെയ്തിരിക്കുകയും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയായി ഇടിച്ച കൊണ്ടുവന്ന് ആക്കിയതാണ്. അവൾ മിണ്ടണില്ല. അത് മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നീ നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ആക്കിയതാണ്. അതാ നീ തന്നെത്താൻ പോകുന്നതാണ്. അവൾ മിണ്ടണില്ല. അപ്പോൾ അതിനകത്ത് എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട്
അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെ ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവ നിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താ മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം, പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കാണിക്കുന്ന കോപ്പറേറ്റങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്. നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമയം പറയുമെന്നാണ് വിചാരിക്കണത്. അനുദപിക്കാതെ there is no other option. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം എന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ. അതായത് വചനം കേൾക്കുമ്പോൾ ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും കർത്താവേ ഇത് ചെയ്ത് തരണേ എന്നല്ല പറയേണ്ടത്. കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. സിറ്റുവേഷൻ ഇസ് ദിസ്, ഇതാണ് സിറ്റുവേഷൻ. കർത്താവ് ഇതെനിക്ക് ചെയ്ത് തരണമേ എന്നല്ല പറയേണ്ടത്. കർത്താവേ ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ യോഹന്നാൻ മാന്താവിനോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എടാ അവനെൻ്റെ ദൈവവചനം കേട്ടപ്പോൾ, സ്നാപകൻ്റെ ദൈവവചനം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിക്കണത് എന്താണ്? പട്ടാളക്കാർ പോരും വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയണത്? നിങ്ങളെ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേക്ക് കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത്. അതാണ് സംഭവം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുത്? ചുങ്കക്കാരോടാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ തേതിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത് എന്ന് പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ആരോട് എന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം. ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണല്ല. ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണതിനല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? അമ്മായി നമുക്ക് മുതലാകണില്ലല്ല മരുമോളെ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി, അത് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബൈബിൾ എന്താ പറഞ്ഞത്? കൂടുതൽ ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ. കൂടുതൽ ഈടാക്കരുത്. ലൂക്കാ 3:13. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഈ വേതനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടത്തില്ല. ഇപ്പം എന്തിന് ഇത്രയും ഈ കേരളം ഇത്രയും കടക്കിണി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശമ്പളം വർദ്ധിപ്പിച്ചത് തന്നെയാണ്. ഒരു സമസ്യയില്ല കാര്യത്തിൽ. ആദ്യം കയറിയപ്പോൾ തന്നെ ശമ്പളത്തിൻ്റെ ഹൈക്ക്, അതായത് 10 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു. എന്താണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കുകയാണ്? കാണാൻ പറ്റും, ഓണമെണ്ണ കാണാൻ പോലും ഇല്ലാതെ, വിൽക്കാൻ കാണാനില്ലാത്ത അവസ്ഥയായില്ലേ? കൂടുതൽ ഈടാക്കിയ സംഭവമാണ്. ജനങ്ങളിലേക്ക് നിന്ന് കൂടുതൽ ഈടാക്കി. KCBയുടെ ആ വാഴ മുഴുവനും KCBക്കാരൻ വന്ന് വെട്ടിക്കളഞ്ഞില്ലേ പൂവാറ്റുപുഴ? സഹിക്കാൻ പറ്റുമോ? നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കുക. ഈ കൃഷി പോലും എന്തിനു വേണ്ടിയാണ്? ഈ കറണ്ട് പോലും എന്തിനാണ്? തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി, വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി, പിള്ളേരെല്ലാം പാലായനമല്ലേ? അത് നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. നിന്നിട്ട് പുറമാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെങ്കിൽ നമുക്ക് പഠിച്ച് ജോലി കിട്ടണം എങ്ങനെയാണ്? വിശ്വാസം പോയി. ജനങ്ങളുടെ വിശ്വാസം പോയി.
അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഈടാക്കൽ ഒരു അനീതിയാണ്, ശരിക്കും അനീതിയാണ്. ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ചില്ലേ, കൊന്നു കുടിയൊഴിപ്പിക്കുക, കൂടുതൽ ഈടാക്കുകയാണ്. ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും, ഒരിക്കലും സംശയമില്ല. നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, തോക്കുണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ടെന്നൊക്കെ ഒരു കഥയുമില്ല. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറാൻ കാണാം. പലതരത്തിലും ജീവിതവും മാറും, ലോകവും മാറും. ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി, ഏറ്റവും താഴെയുള്ള ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരായാലും ശരി, ആരായാലും ശരി, ആൾക്കാരായാലും ശരി, ഈ കൂടുതൽ ഈടാക്കരുത് എന്നുള്ളത് ഒരു ദൈവികമായ നിയമമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും. എന്താ കാര്യം എന്നറിയാം മക്കളെ? ഞാനൊരു കാര്യം പച്ചക്ക് നിങ്ങൾ പറയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കണത്. ആക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പലിശക്കാരില്ലേ, കൂടുതൽ ഈടാക്കുകയല്ലേ? പലിശ എന്നേ കിട്ടി, മുതൽ എന്നേ കിട്ടിയതാ? ഓരോ പലിശക്കാരും നോക്കിയാൽ മതി. ഇനി നമ്മൾ വലിയ ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങൾ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ്? അവിടെ പലിശ എന്നേ കിട്ടി, അവർക്ക് കൊടുക്കാൻ പോലെ. അവിടെ പലിശ അവിടെ മുതൽ എന്നേ പലിശയായിട്ട് കിട്ടി. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം, വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ ഉടമ്പടി എടുക്കുന്നവർ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത്? നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ഉടമ്പടി അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷൻ അല്ല അന്വേഷിക്കണത്, അകത്തുള്ള സൊല്യൂഷനാണ്. നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥിതമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ. ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ അല്ല, ഇൻറ്റേണൽ സൊല്യൂഷനാണ്. എന്താ അങ്ങനെ പറയണത്? ഇത് വെരി സീരിയസ് തിങ്. ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത്, ആന്തരിക പരിഹാരമാണ്. ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ ഇപ്പം 11:21 എടുത്തേ. യോഹന്നാൻ 21:6 അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. എന്തായി അവൻ പറഞ്ഞ സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനാണ്. അവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. ഒരു സൊല്യൂഷൻ അല്ലേ? പുറത്തുള്ള സൊല്യൂഷനാണ്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. എന്തിൻ്റെ? പുറത്തുള്ള പരിഹാരമാണ്. പക്ഷെ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവനെ അറിയാം. പുറത്തുള്ള ഈ പരിഹാരമല്ല എന്നറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ 21:5 വായിക്കണം. 21:5 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്താ പ്രശ്നം? മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഒരു അപ്പനും അമ്മയോടും പറയുകയാണ്, 3 പെൺമക്കളുണ്ട്, മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യമാണ്. ബൈബിളിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ? എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് വിസയ്ക്ക് നിങ്ങളുടെ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളെന്താ പറയണത്? വീടിരിപ്പ് സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. അതിന് എത്ര ഓഹരിയുണ്ട്? അതിന് 3-4 ഓഹരിയുണ്ട്. അതെല്ലാം ഇങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണത്? അപ്പനും അമ്മയും കുഴങ്ങുകയെ. വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ്. അപ്പനും അമ്മയോടും മൂത്ത മകൾ പറയണത് കാനഡയിൽ പോകാൻ, ഞാൻ പോയാൽ എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മൂത്ത മകൾ വീടിരിപ്പ് സ്ഥലം വിൽക്കാമെന്ന് ഇളയ മക്കളുള്ളപ്പോൾ പറയാത്തത്? അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും പറിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കാനഡയിൽ വിട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിയിരിക്കുമ്പോൾ അവരെ ഇവരൊക്കെ കണ്ണടച്ച് കൈയും കാണിച്ച് നിങ്ങളെ കണ്ടവരുടെ പുറകെ പോകുക. വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്തി ചെയ്താൽ ഞങ്ങൾ ആ അടുത്ത് എവിടെ പോയി കിടക്കും, വഴി ആധാരഭാഗത്തല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തങ്ങൾ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്.
പക്ഷേ അതെന്ന് വെച്ചാൽ പരുവക്കേടുണ്ട്. അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയണത് ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ്, ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ, അപ്പനോട് പറയുന്നതൊക്കെ പറയുമ്പോഴേ അതൊക്കെ മുമ്പ് ദൈവത്തോടൊന്ന് പറയണം. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം. എന്താ കാര്യം? ദൈവത്തോട് എന്താ പറയേണ്ടത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് പരുവമെല്ലാം ഉണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ? മക്കളെ മീൻ വല്ലതും ഉണ്ടോ? 21:5 ചോദിക്കണത്. അപ്പോൾ അത് അപ്പോസ്തലന്മാരെന്താ പറയണത്? അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 5:5 തൊട്ടുള്ള. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വചനത്തിന്റെ ഒരു ഘടന കണ്ടില്ലേ? എന്താ പ്രശ്നം? നിവർത്തിയില്ല, പരുവക്കേടില്ല. ഇത് 21:6 എന്താ ചോദിക്കണത്? മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ആ ചോദ്യം ഈശോ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്തെങ്കിലും പരുവം ഉണ്ടോ? അപ്പോൾ പത്രോസ് പറയും, അനുഭവം കൊണ്ട് ഒരു പരുവും ഇല്ല. എന്താ കാര്യം? രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല.